ഡാൻസും മൊത്തമായിട്ട് ആകെ വൈബാണ്. ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ കാണാം കിണ്ണം കെടുക്കാച്ചി കാഴ്ചകളാണ് കാണുന്നത്. ഇവര് കണ്ടില്ലേ കൊച്ചിനെ കളിപ്പിക്കുന്ന അടിപൊളി. പിള്ളേര് ആ തലയിൽ ഇങ്ങനെ തടവിയിരിക്കുന്നുണ്ട്. സൂപ്പർ. ഇവരൊരു രക്ഷയില്ല കേട്ടാ, അടിപൊളി വൈബ്. എല്ലാരും അറമാലിക്കാണ് കേട്ടാ. ആന സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കേട്ടാ, അടിപൊളിയല്ലേ. ചിറക്കര ദേവനാരായണനാണ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നമ്മുടെ ആനക്കുട്ടൻ. ചെവിയൊക്കെ ഇട്ട് വീശി കണ്ടില്ലേ, എന്നാ രസം നോക്കി, അടിപൊളി സൂപ്പർ. കണ്ടില്ലേ, സിമ്പിളായിട്ട് ഇറങ്ങി വന്നു, അത്രയുള്ള കേസ്. അപ്പം താലപ്പൊലിക്ക് അകമ്പടിയായിട്ട് പോവുകയാണ് നമ്മുടെ ദേവനാരായണൻ. ശാസ്താവ് ദേവിയെ കാണാൻ വരുന്ന കാഴ്ചയാണിത്. ശാസ്താവിനെയും കൊണ്ട് ഇങ്ങനെ വരുന്ന കണ്ടില്ലേ, അത് ഇവിടുത്തെ ഒരു ചടങ്ങാണ്. നല്ല രസമാണ് ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ 2 കാളക്കുട്ടന്മാരും ഉണ്ട് കേട്ടോ എഴുന്നള്ളത്തിന്. ഇപ്പം കാള മിക്കാറും എല്ലായിടത്തും ഇപ്പം ഇത് കാണാറുണ്ട് സംഭവം. ഇവിടെ 2 കാളകളുണ്ട് കേട്ടോ, വേഷമൊക്കെ കെട്ടി കണ്ടില്ലേ. പണ്ട് നമ്മളെ ഓച്ചിറ മാത്രമാണ് ഇതൊക്കെ കണ്ടിരുന്നത്, ഇപ്പം ഇവിടെയൊക്കെ ഉണ്ട്. നമ്മളിന്ന് നിൽക്കുന്നത് ചിറക്കര ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഉത്സവത്തിൻ്റെ എഴുന്നള്ളത്ത് ദിവസമാണ്, കുംഭഭരണി. നാളെയാണ് അവസാനം, ഇന്നാണ് എഴുന്നള്ളത്ത്. അപ്പോൾ നമുക്ക് എഴുന്നള്ളത്തും ശാസ്താവും ഇപ്പം ദേവിയെ കാണാൻ വരുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. ഒരു ചുറ്റിന് പോയ ഘോഷയാത്ര ഇപ്പം ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അതിനിപ്പം ക്ഷേത്രത്തിന്റെ അകത്ത് പോയി വലം വെച്ച് ശാസ്താവ് ഇവിടെ വന്ന് ദേവിയെ കാണിക്കാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കാഴ്ച നമുക്ക് കാണാം. അതിന്റെ കൂടെ പടുക്കയുണ്ട്. ഇവിടെ നമ്മൾ വന്ന് കയറിയപ്പോൾ ഒരു പടുക്ക ഇവിടെ നിപ്പുണ്ടായിരുന്നു, വേറൊരു പടുക്ക നമ്മുടെ ഈ എഴുന്നള്ളത്തിന്റെ കൂടെ വന്ന് അപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാം 2 ലൈനായിട്ട് പടുക്ക ഘോഷയാത്ര നിപ്പുണ്ട്. അപ്പൊ അടിപൊളി കാഴ്ചകളൊക്കെയാണ്. ഇന്ന് മാത്രമല്ല, നാളെ ഇനി കുതിരയെടുപ്പും ബാക്കി കാഴ്ചകളും ഒക്കെ ഉണ്ട്. സംഭവം സൂപ്പർ ആയിരിക്കും. ഏതായാലും നമുക്ക് ഇതൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം. ഇതിപ്പം നമ്മുടെ ശാസ്താവ് ദേവിയെ കാണാൻ വരുന്ന ഒരു കാഴ്ചയാണ്. തീവണ്ടിയിലോട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിക്കുമ്പോൾ ആളിക്കത്ത്. പടുക്ക ക്ഷേത്രം അങ്ങനെ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ് ഒരു സെറ്റ്. അപ്പം വേറൊരു സെറ്റ് പടുക്ക പുറത്ത് നിൽപ്പുണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവർ ക്ഷേത്ര ദർശനത്തിനായിട്ട് അകത്തോട്ട് കയറുവാണ്. ഇവിടെ രാത്രിയുണ്ട് കേട്ടോ ഉരുള്. കണ്ടില്ലേ പിള്ളേർ ഉരുളുന്ന. അത്രേ ഉള്ളാടേ ഇവർ ഉരുളുന്ന കൊച്ചു പിള്ളേരല്ലേ ഇല്ലേ. ഒരു മാമൻ പിടിച്ച് കിടത്തിയൊക്കെ അവിടെ ഉരുളിക്കുന്നു കണ്ടില്ലേ. എൻ്റെ മുണ്ടൊക്കെ കഴിഞ്ഞ് ഓടി. ഇവിടെ കണ്ടില്ലേ താലപ്പൊലിയും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഈ ഒരു ക്ഷേത്രമുറ്റം കാണാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പൊ അവിടെ എഴുന്നള്ളത്ത് വന്ന് നിപ്പുണ്ട്. ഇപ്പൊ ഈ താലപ്പൊലി കറങ്ങി അങ്ങ് പോയി ആനയും കൂടി വന്നു കഴിഞ്ഞാൽ ആ എഴുന്നള്ളത്തും കൂടി അകത്തോട്ട് കയറും. പിന്നെ പല സൈഡിൽ നിന്നുമായിട്ട് എനിക്ക് തോന്നുന്നു ശിങ്കാരി മേളവും ബാക്കി കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. ഉരുളുണ്ട് കേട്ടാ. അപ്പൊ അതിന് വന്ന പിള്ളേരാണ്. ഉരുൾ നേർച്ചയ്ക്കുള്ള കുട്ടികളാണ് കേട്ടാ. കണ്ടില്ലേ, സാധാരണ ഞാൻ രാവിലെ ഇങ്ങനെ ഉരുള് കണ്ടിട്ടുള്ളൂ. ഈ സമയത്ത് ആദ്യം 2 പൊടി കൊച്ചുങ്ങൾ കണ്ടില്ലേ, നോക്കില്ലേ. ഇത് എവിടെ നിന്ന് ഉരുണ്ട് വന്നൊന്നും കണ്ടില്ല. 2 പിള്ളേര് കണ്ടില്ല. അവര് നല്ലോണം താണ്ട മൊത്തം മുതുകത്തൊക്കെ മണ്ണിരിക്കുന്ന കണ്ട. താലപ്പൊലിക്ക് നല്ല നീളമുണ്ട് കേട്ടോ. അവിടെ ബേക്കിലൊരു കൊച്ചു വീണു. ഭാഗ്യം താഴെ വീണില്ല.
പണിയായന് ഭാഗ്യമുണ്ട്. ഞാൻ ഈ വീഡിയോ കാണുന്നവരുടെ അടുത്ത് പറയണേ, ആനയുടെ വെഹിക്കിലൊന്നും കൊച്ചുങ്ങളെ നിർത്തരുത്. നമ്മുടെ ദേവനാരായണനാണ് ആന. നല്ല കിടിലം ആനയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദേവനാരായണൻ. ദേവനാരായണന് കൊടുക്കാനുള്ള പട്ടയും കൊണ്ട് പുറകിൽ ആൾ പോണ്. അപ്പോൾ ഈ തീപ്പന്തമായിട്ട് ഇവർ അങ്ങോട്ട് പോകുന്നില്ലേ, അവർ ഇനിയൊരു ഘോഷയാത്ര കണക്ക് ഇങ്ങനെ വരും, നമുക്ക് കാണാം. ദേവനാരായണൻ വരാൻ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് സംഭവം ഇവിടെ നിന്ന് ഓവർടേക്ക് ചെയ്ത് അവരെ പിടിച്ച് കാണാം. ഫുള്ള് വൈബ് കേട്ടോ. വൈബെന്ന് വെച്ചാൽ മൊത്തത്തിൽ വൈബ്. ഇത് പല പല ഏരിയ എന്നുള്ള എഴുന്നള്ളത്തുകളാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ട് അടിപൊളി. ഇവർ കണ്ടില്ലേ ഈ ഒരു പാവക്കൂത്ത് സംഭവം, അടിപൊളി, ഒന്നും പറയാതിരിക്കാൻ രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ചേട്ടന്മാരെല്ലാം പൊളി കേട്ടോ, അടിപൊളി. അന്യായ ഡാൻസും സ്റ്റെപ്പും ഒക്കെയാണ് കേട്ടോ. കൊച്ചിനെ പേടിപ്പിക്കുന്നു. കൊച്ചു പേടിച്ചു പോയി. ശിങ്കാരി മേളം അന്യായം, സൂപ്പർ, കിടുക്കാച്ചി. കണ്ടില്ലേ, ഒരു തകർപ്പ് ഇപ്പം തകർത്തിട്ട് നിൽക്കുവാണ്. അടുത്ത പൊളുപ്പിനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഫീല് കിടുക്കാച്ചി. കണ്ട മക്കളെ, എല്ലാവരും നോക്കിയാൽ കൂടെ താളം വെച്ച് സ്റ്റെപ്പിട്ട് എങ്ങോട്ട് നോക്കിയാലും വൈബ് തന്നെ കേട്ടോ. ഓരോ സെക്ഷൻ കഴിയുമ്പോൾ അടുത്ത സെക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. സൂപ്പർ. ഏതായാലും ശിങ്കാരി മേളം തന്നെ. ഇതിൻ്റെ പുറകിലായിട്ട് ഇതിലും തെയ്യങ്ങളും കൊലകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ഇത് കൊള്ളാം കേട്ടോ, നൈസ് സാധനങ്ങൾ കണ്ടില്ലേ. ദേവിയുടെ വേഷം കിട്ടിയ നരസിംഹം പൊളിച്ചു കേട്ടോ. എനിക്ക് ഇതങ്ങ് ഇഷ്ടപ്പെട്ടു. ഹേയ്, ഗതയൊക്കെ ഉണ്ടല്ലേ, നരസിംഹ രൂപം പൊളിച്ചു കേട്ടോ. പുള്ളി നല്ലോണം പോസ് തന്നു കേട്ടോ. ഇത് ഭദ്രകാളിയുടെ രൂപമാണ്. ഡിജിറ്റൽ തെയ്യം ആണ്. ഇത് കൃഷ്ണൻ കണ്ടില്ലേ. നരസിംഹം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം കൊള്ളാം, വൈബ് കേട്ടോ, വൈബ്. ആ ഒരു സംഭവത്തിന് നല്ല വെയിറ്റ് ആണെന്ന് തോന്നുന്നു, കണ്ടില്ലേ. ഇതും പിടിച്ച് അവർ എത്ര മണിക്കൂർ നിൽക്കണമല്ലേ. എന്നിട്ടും അവർ സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അമ്പലത്തിലോട്ട്, കണ്ടില്ലേ. അടിപൊളി തന്നെ. സത്യത്തിൽ നമുക്ക് ഈ എഴുന്നള്ളത്തിൻ്റെ കൂടെയുള്ള ഇതേപോലെയുള്ള കലാരൂപങ്ങൾ അത് പണ്ട് തൊട്ടേ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് അതിനോടൊക്കെ. നമ്മുടെ നരസിംഹന്ത ഗതയൊക്കെ കറക്കി നിൽപ്പുണ്ട്. നരസിംഹം എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നരസിംഹം കൊള്ളാം. ഹൈ, ഇത് ഇനി എല്ലാം കൂടി ഇപ്പം ക്ഷേത്രത്തിൽ പോയി വലം വെച്ച് ഇപ്പം തിരിച്ചു വരും. ഞാൻ വരുന്ന ഈ ഒരു വഴിത്താര എന്ന് പറയുന്ന ഒരുപാട് തിരക്കുള്ള ഒരു വഴിത്താരയിലൂടെയാണ് വരുന്നത്. ചിറക്കര ക്ഷേത്രത്തിന്റെ ചന്ത നടക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം നാളെ പകൽ ഇവിടെ കിടിലൻ ചന്തയുണ്ട്. അപ്പം ബാക്കി കച്ചവടം എല്ലാം ഒരാഴ്ച മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്, നമ്മളെല്ലാം കണ്ടു. ഏതായാലും അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് മീ സുഹേഷ് കുമാരൻ സൈനിങ് ഓഫ്. ഓ ഡാൻസ് വണ്ടി സ്കൂട്ടിയൊക്കെ വരുന്നുണ്ട്.
നമ്മൾ ഷൂട്ടിങ്ങും പാക്കപ്പായി പോവുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിറക്കര ക്ഷേത്രത്തിലാണ്. ചിറക്കര ക്ഷേത്രത്തിൽ ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴി. അപ്പോൾ നമ്മൾ വണ്ടി അങ്ങ് അവിടെയാണ് വെച്ചിരിക്കുന്നത്, കുറച്ച് ദൂരമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പുറകിൽ പോലീസുകാരൊക്കെ ഉണ്ട്. പോലീസ് ജീപ്പ് കണ്ടതിനെ കൊണ്ടാണ് ഇത് പറയാനായിട്ട് നിന്നത്. കാരണം ബാക്കിൽ പോലീസ് ഇത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിടിച്ച് അകത്തിടുമല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ ഫുൾ വീഡിയോ ചാനലിൽ ഇടുന്നുണ്ട്, എല്ലാവരും കാണണം. ടാറ്റാ ബൈ ബൈ. സൂപ്പർ വീഡിയോ ആയിരിക്കും, കാണണേ.